എന്താ പറഞ്ഞു? അച്ഛനും അമ്മ ഇവിടെ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂന്ന്. ഞാൻ എത്ര നേരമായിട്ട് ചോദിക്കണം, നീ ഒന്ന് പറ, ഇന്നലെ എന്താ സംഭവിച്ചത്? ഇല്ല കുഞ്ഞാ, നീ എത്ര തവണ ചോദിച്ചാലും ഞാൻ പറയൂല. എന്റെ ജീവിതം പോയി. ഇനി എന്നെ ആര് രക്ഷിക്കാനാ? എന്തു കുഞ്ഞാ പ്രശ്നം? ഇന്നലെ മലയ്ക്ക് പോയിട്ട് വന്നിട്ട് നീ വീട്ടിൽ പോയില്ലേ? അങ്ങനെ രണ്ടെണ്ണം അടിക്കാന്ന് കരുതി സിവില് പൂട്ടിയതുകൊണ്ട് ഞങ്ങൾ ബാറിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ ബാർ എന്തോ പ്രശ്നം കാരണം നേരത്തെ പൂട്ടി. സാധനം കിട്ടാതെ അവന് പ്രാന്തായി. എവിടെന്നെങ്കിലും ഒരു കുപ്പിയും കൊണ്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയവനാണ്. എന്നിട്ട് രാത്രി ഒരു 2-3 മണിയാവും. ഉറങ്ങിക്കിടന്ന് എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞു. എന്തുവാണ് പ്രശ്നം? കുഞ്ഞാ, ഞാൻ കുപ്പി എടുക്കാൻ പോയില്ലേ, അവിടെ നിന്ന് പണി കിട്ടി. എന്ത് പണി? ഞാൻ പറയൂലേ. കാര്യം പറടാ. അപ്പൊ തുടങ്ങിയ കരച്ചിലാണ്. എന്തോ ഒരു പ്രശ്നത്തിൽ പോയി ചാടിയിട്ടുണ്ട്. എത്ര ചോദിച്ചിട്ട് പറയണമില്ല നാശം. വാ, ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ശ്രീകുട്ടാ, എന്താടാ പ്രശ്നം? എന്റെ പൊന്നളിയാ, അവസാനം നീയും വന്നല്ല, എനിക്ക് സന്തോഷായി. നീ എന്തിനാ കരയണത്? കാര്യം പറ. ഇല്ല അളിയ, ഞാൻ പറയൂല അളിയ, എന്നെ കൊണ്ട് പറയാൻ പറ്റൂല. എന്റെ ജീവിതം തീർന്നു. കാര്യം പറയടേ. സംഭവം എന്താണെന്ന് അറിയാമോ? ഇങ്ങ വാ. എടാ അളിയന്മാരെ, അവ ഇന്നലെ രാത്രി ഒരു സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കി. ഏത് സ്ഥലത്ത്? എന്തോന്ന് പ്രശ്നം? അത് അവനോടല്ലടാ ചോദിക്കേണ്ടത്, എന്നോട് ചോദിച്ചിട്ട് എന്ത് കാര്യം? അതല്ലടാ കോപ്പി, നമ്മൾ ഇത്രയും നേരം അവരോട് ചോദിച്ചോണ്ടിരിക്കണത്. നീ ഈ മരം കണ്ട? ഈ മരം എന്റെ മരം കയറിട്ട് കൈവിട്ട് താഴോട്ട് ഇറങ്ങും. അതിനെനിക്ക് മരത്തിൽ കയറാറിനോടല്ല. ശ്രീകുട്ടാ, നീ ഇന്നലെ പ്രശ്നം വല്ലതും ഉണ്ടാക്കിയ? നീ എന്റെ അടുത്ത് പറ. ഇല്ല റോബിൻ, എന്റെ അടുത്ത് ചോദിക്കണ്ട, ഞാൻ പറയൂല. നീ പേടിക്കണ്ട, നീ കാര്യം പറ. എനിക്ക് ഇപ്പഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഇവ ഇന്നലെ രാത്രി ആരെയാ വിളിച്ച് അങ്ങോട്ട് വരുന്നെന്ന് പറയുന്നുണ്ടായിരുന്നു. അവ ആരെ വിളിച്ചത്? അത് എന്നോടാണോടാ ചോദിക്കുന്നത്? അവന്റെ അടുത്തല്ലേ ചോദിക്കേണ്ടത്. ഞാൻ ഇങ്ങനെ സെറ്റ് ആക്കട്ടെ. ഞാൻ നിന്നെ സഹായിച്ചല്ലേടാ. നീ ഒരു സഹായം ഉണ്ടാക്കണ്ട. ഞാൻ എന്ത് ചെയ്യേ? നീ ഈ തെങ്ങിൽ എത്ര തേങ്ങ ഉണ്ടെന്ന് എന്നെ നോക്കുന്നു. ചേടാ മണ്ട, ഇത് മണ്ടയില്ലാത്ത തെങ്ങാണടാ. ആശ തെങ്ങിന് മണ്ടയില്ലേ? നീ ഈ പറമ്പിൽ മൊത്തം എത്ര തെങ്ങുണ്ടെന്ന് എന്നെ നോക്കും. എവിടെ എന്റെ മോങ്ങൽ നിർത്തി വാതുറന്നും എല്ലാം പറഞ്ഞാലല്ലേ നമ്മൾ വല്ലതും അറിയൂ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എന്ത് വള്ളിയാണെന്ന് നാശം വലിച്ചു വെച്ചേക്കണത്? സാധനം വല്ല ഇരിപ്പുണ്ടാ? ഒരു ചെറുതെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവ എല്ലാം പറയും. സാധനം എവിടെ നിന്ന് കിട്ടേ? ഇന്ന് 1-ാം തീയതി അല്ലേ? എന്തായാലും ഒരു കുപ്പി ഇരിപ്പുണ്ട്, നീ അവനെ വിളിച്ചോണ്ട് കാറിലോട്ടോ. കാറിലാണെങ്കിലേ ഞാൻ ഫ്രണ്ടിൽ കയറാം. കിട്ടുമ്പോ കിട്ടോ കിട്ടാ. ഇല്ല, എനിക്ക് വേണ്ട. അടിയടാ. ഇനി വേണ്ട. വാങ്ങിച്ച് കുടിയടാ, ടെൻഷൻ മാറട്ടെ നിന്റെ. എനിക്ക് വേണ്ട. ഷോ കാണിക്കാതെ കുടിക്കണം അങ്ങോട്ട്. നിങ്ങൾ എല്ലാരും കുടിക്ക്, എന്നാലേ ഞാൻ കുടിക്കുകയുള്ളൂ. എന്തെങ്കിലും ചെയ് കുഞ്ഞാ. പറ, ഇന്നലെ എന്താണ് സംഭവിച്ചത്? അളിയാ, കുപ്പി തപ്പി ഇന്നലെ ഒരുപാട് സ്ഥലത്ത് ഞാൻ പോയി, പക്ഷെ എനിക്ക് കുപ്പി കിട്ടിയില്ല. എന്നിട്ട് ബാക്കി എനിക്ക് ഓർക്കാൻ കൂടി വയ്യ, തല പൊട്ടണം. കുഞ്ഞാ, നിങ്ങൾ എല്ലാരും കുടിക്ക്, എന്നാലേ ഞാൻ കുടിക്കൂ. അവൻ പറഞ്ഞാൽ കാര്യമുണ്ട്. ഒഴി. നീ ഇന്നലെ അവസാനം കുപ്പി തപ്പി എവിടെയാണ് പോയത്? എനിക്ക് പറയാൻ വയ്യടാ. എന്റെ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യും? എനിക്ക് ഇപ്പഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഈ വോഡ്കയില്ലേ, തണുത്ത വെള്ളം ഒഴിക്കലാണ് ടേസ്റ്റ്. എനിക്ക് ദേഷ്യം പറഞ്ഞേട്ടാ, നീ വല്ലതുകൊണ്ട് വാ തുറന്ന് പറയും. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട്. ഞാൻ കുപ്പി തപ്പി പലരിടത്തും പോയി, പലരെയും വിളിച്ചു, പക്ഷെ എനിക്ക് കുപ്പി കിട്ടിയില്ല. അവസാനം ഞാൻ കുപ്പി തപ്പി എത്തിയത് കോളനിയിലെ ഷാജിയണ്ണന്റെ വീട്ടിലാണ്. കുഞ്ഞാവ ഷാജന്റെ വീട്ടിലാണ് പോയത്. ഷാജനെ അറിയാല്ല. പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? എനിക്കാണെങ്കിൽ പേടിയാവുകയാണ്. ഇവ എന്തിനാണ് അങ്ങേരെ അടുത്ത് ഉണ്ടാക്കാൻ പോയത്? നീ വാ, അവൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. അളിയ, ഇത് കളിയല്ല. അവിടെ പോയിട്ട് നീ എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കിയത്? ഞാൻ അവിടെ എത്തിയപ്പോ നല്ല രാത്രിയായിരുന്നു. ഞാൻ അവിടെ നിന്ന് കുറെ നേരം വിളിച്ചു നോക്കി, ബെല്ലടിച്ചു നോക്കി, ആരും വന്നില്ല. അതൊന്നും മോശമാണ്. ഒരുത്തി ഇത്ര ദൂരം വന്നിട്ട് ആർക്കെങ്കിലും വിളി വന്നൂടായിരുന്നു. നീ മിണ്ടായിരി, നീ പറയടാ ബാക്കി. അങ്ങനെ നിരാശനായി ഞാൻ പോകാൻ ഇറങ്ങിയപ്പോൾ ആരോ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. അത് ഷാജി എന്നെ മോളായിരുന്നു. ബാക്കി നീ പറയണ്ട, ഞങ്ങൾക്ക് മനസ്സിലായി. എന്ത്? നിങ്ങക്ക് മനസ്സിലായില്ലേ? ഇല്ല. ശ്രീകുട്ടാ, ബാക്കി പറഞ്ഞോളൂ. ഷാജി അല്ലേ? ഇല്ല ഏട്ടാ, അച്ഛനമ്മ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടില്. ശരി എന്നാ.
അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും ആ പെൺകുട്ടി ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സൊന്ന് പാളിയാളിയാ. അളിയാ സംഭവം പെണ്ണ് കേസാണ്. ഇടിക്ക് ഒരു കുറവും കാണൂല. അവ ഒന്ന് പറഞ്ഞ് തീർക്കട്ടെ അതിന്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളിവിടെ ഈ പ്രശ്നത്തിൽ ഇടപെടണ്ടെന്ന്. ഞാൻ പോണ്. എടാ നീ പോവാതെ. പെണ്ണ് ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ കുഞ്ഞം എടുക്കണേ. എന്തായാലും നീ മൊത്തം പ്രശ്നങ്ങളാക്കി. നീ ബാക്കി പറഞ്ഞു തീർത്തിട്ട് പോയാൽ മതി. അങ്ങനെ ആ പെണ്ണ് പുറത്ത് നിൽക്കുകയും ഞാൻ അവളെ നോക്കി നിൽക്കുകയും ചെയ്തു. അവളുടെ കണ്ണുകൾ, അവളുടെ ആ ചിരി. അവസാനം 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 എടാ അവസാന ക്ലാസ് ആണ്. നീ പറയുന്നെങ്കിൽ അത് പറ. ഇവർ രണ്ടുപേരടുത്ത് ഇറങ്ങി പോകാൻ പറ, എന്നാ ഞാൻ പറയാം. കുഞ്ഞാ നിങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങിയില്ലേ? ഞാൻ അവന്റെ അടുത്ത് ചോദിക്കട്ടെ. അത് കൊള്ളാം. നല്ല സീനത്തിൽ ഇപ്പൊ നമ്മള് വെളിയിൽ പോകാനാടേ. ഒന്ന് വിളിച്ചോണ്ട് പോടേ ഇതിന്. അമ്മാര് പോയി, നീ പറ. അവസാനം എന്നെ നോക്കി നിന്ന് ആ പെൺകുട്ടിയോട് ഞാൻ അത് ചോദിച്ചു. അതെ, ഇവിടെ കുപ്പിയല്ലേ ഇരിപ്പുണ്ട്? ഇല്ല ഏട്ടാ, ഒരു കുപ്പി ഉണ്ടായിരുന്നു. അത് മറ്റേ റോബിൻ ചേട്ടൻ വന്ന് വാങ്ങിച്ചോണ്ട് അത് പോയി. കേട്ടപ്പോ എന്റെ ചങ്കൊന്ന് പൊടിഞ്ഞു. ആ കാര്യം ഞാൻ കുഞ്ഞനോടും സാബു അണ്ണൻ്റെയോടെയും പറഞ്ഞു. നീ ആ കുപ്പി നമ്മൾ എത്ര ചോദിച്ചാലും നീ തരൂലെന്ന് അറിയായിരുന്നടാ. അങ്ങനെ നിന്റെ കയ്യിലിരിക്കുന്ന കുപ്പി കൈക്കലാക്കാൻ വേണ്ടി ഞാനും കുഞ്ഞനും അങ്ങേരും കൂടെ ചേർന്നുണ്ടാക്കിയ ഒരു പ്ലാൻ ആയിരുന്നു അളിയ. അല്ലാതെ ഈ കഥയിൽ ഷാജി അണ്ണനും മോളും പ്രശ്നങ്ങളൊന്നും ഇല്ല അളിയ. അളിയ ഇതും പറഞ്ഞ് നമ്മളെ വെറുക്കല്ലേ അളിയ. നിനക്ക് വേണമെങ്കിൽ ഞാൻ പൈസ തരാടാ. ഇറങ്ങി പോടാ. എന്റെ അപ്പനെ പറ്റിച്ച് കുടിക്കണോ അവനെ? ഹലോ ഹലോ, ഞാൻ കോളനിന്ന് ഷാജിയാണേ. പറയണ ഏവണ്ട നിന്റെ ഏരിയയിൽ ഒരു ശ്രീകുട്ടൻ എന്റെ വീട്ടിൽ കയറി എന്റെ മോളെ തൊടാറയാ.